2012 ജൂൺ മാസം 6 കൊല്ലം, കേരളം. സമയം അർദ്ധരാത്രി 1-നും 2-നും ഇടയിൽ. ജോലി കഴിഞ്ഞ് ഒരാൾ തന്റെ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. അവൻ SPF ഓഫീസിന് സമീപമുള്ള പാലത്തിനടിയിലൂടെ പോകുമ്പോൾ വിചിത്രമായ ഒരു പൊസിഷനിൽ ഒരു വൃദ്ധൻ തന്റെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് കിടക്കുന്നത് കാണുന്നു. ചുറ്റും വെള്ളം പോലെ എന്തോ ഒന്ന് നനഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട് അവൻ വല്ലാതെ ഭയപ്പെട്ടു. ഒരു പക്ഷേ അയാൾ മദ്യപിച്ചിട്ടുണ്ടാകാം. ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നു എന്ന് കരുതി അയാളെ മറികടന്ന് അവൻ നടന്നു. പക്ഷേ അവൻ എന്ത് ചിന്തിച്ചു എന്നറിയില്ല. പോയ അവൻ വീണ്ടും തിരികെ വന്നു. അങ്ങനെ താഴെ വീണ് കിടക്കുന്ന ആ വൃദ്ധന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. അത് കണ്ടയുടനെ അവൻ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. കാരണം അയാൾ മദ്യപിച്ച് ബോധം നഷ്ടമായി വീണ് കിടന്നതല്ല. 65 വയസ്സുള്ള ആ മനുഷ്യന്റെ തല ശരീരത്തിൽ നിന്നും മാറിക്കിടക്കുകയായിരുന്നു. മുഖം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ചതഞ്ഞിരുന്നു. അയാൾക്ക് ചുറ്റും നനഞ്ഞ എന്തോ ഒന്ന് കണ്ടു എന്ന് പറഞ്ഞല്ലോ, അത് അയാളുടെ രക്തമായിരുന്നു. ആ രക്തം അവിടെ തളം കെട്ടി കിടക്കുകയായിരുന്നു. ഇത് കണ്ട് ഭയന്ന് മരവിച്ചുപോയ അയാൾ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസ് ആ മൃതദേഹം ഉടനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ഇപ്പൊ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് അടുത്ത ദിവസം അതേ കൊല്ലം പ്രദേശത്ത് അതേ മാതൃകയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഞെട്ടിപ്പോയ പോലീസുകാരും കൊലപാതകയെ കണ്ടെത്താൻ നഗരം മുഴുവനും ജാഗ്രതാ നിർദ്ദേശം നൽകി. രാത്രി മുഴുവനും പോലീസ് കനത്ത പാട്രോളിംഗിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. പക്ഷേ ആ കൊല്ലം പ്രദേശത്ത് 2012 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഈ 3 മാസങ്ങളിൽ മാത്രം നഗരത്തിലുടനീളം നിരവധി കൊലപാതകങ്ങൾ സംഭവിച്ചു. ഇത് കാരണം ആ ഭാഗത്ത് താമസിക്കുന്നവർ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടു. വീട് പൂട്ടി അകത്തിരിക്കാൻ തുടങ്ങി. രാത്രി ഷിഫ്റ്റിന് പോകുന്നവർ ജീവനോടെ വീട്ടിലേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്നുള്ള ഭയത്തോടു കൂടിയായിരുന്നു പോയത്. അത്രത്തോളം കൊല്ലം നഗരവാസികളെ ഭീതിയിലാഴ്ത്തിയ ഇത്തരം ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടോ എന്ന് നമ്മെപ്പോലും ഭയപ്പെടുത്തുന്ന ഒരു കേസ്, ഒരു കോൾഡ് ബ്ലഡഡ് സൈക്കോ സീരിയൽ കില്ലറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വ്യക്തമായി അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളോടൊരു ചെറിയ റിക്വസ്റ്റ്. നമ്മുടെ ഓരോ വീഡിയോസിന് പുറകിലും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള വ്യൂസോ ലൈക്സോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടാലത് മനസ്സിലാകും. അതിനാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെങ്കിലും ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ കമന്റ് എങ്കിലും ചെയ്യുക. എങ്കിൽ മാത്രമേ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു, ഇതിൽ വരുന്ന കണ്ടന്റ്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയും സപ്പോർട്ട് ചെയ്യാം. പാലത്തിനടിയിൽ കണ്ടെത്തിയ ആദ്യത്തെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. ഒരു വലിയ കല്ലുകൊണ്ടോ മൂർച്ചയുള്ള കഠിനമായ വസ്തു കൊണ്ടോ തലയിൽ അടിച്ചു കൊന്നുവെന്ന് റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചിന്തിച്ചത് അന്ന് രാത്രി അയാൾ മദ്യപിച്ചിരുന്നതിനാൽ അയാൾക്കും ഈ കൊലപാതകയ്ക്കുമിടയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ ആ കൊലപാതകി കല്ലുകൊണ്ട് തല അടിച്ച് തകർത്തിട്ടുണ്ടാകാം. ഇങ്ങനെ പോലീസ് ചിന്തിച്ചു. കൂടാതെ ആ മരിച്ച വ്യക്തിക്ക് ബന്ധുവോ കുടുംബമോ വീടോ ഇല്ല. അയാൾ തെരുവോരങ്ങളിൽ താമസിക്കുന്ന ആളായിരുന്നു. അതിനാൽ ഡെഡ് ബോഡി സ്വീകരിക്കാനോ കേസ് ഫയൽ ചെയ്യാനോ ആരുമില്ലായിരുന്നു. അങ്ങനെ യാതൊരു താല്പര്യവും കാണിക്കാതെ പോലീസും ഈ ഒരു കേസ് വിട്ടു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അടുത്ത ദിവസം അതേ കൊല്ലം ഏരിയയിൽ പലചരക്ക് കടയുടെ മുൻപിൽ ഉറങ്ങിക്കിടന്നിരുന്ന അപ്പുക്കുട്ടൻ ആചാരി എന്നയാൾ കടയുടെ മുൻപിൽ രക്തമാർന്ന് മരിച്ചു കിടക്കുന്നു. ഉടൻ സംഭവ സ്ഥലത്തേക്ക് വന്ന പോലീസിന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഇതും അതേ മാതൃകയിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോഴാണ് പോലീസിന് കേസിന്റെ ഗൗരവം മനസ്സിലായത്. അതേ ഗൗരവത്തോടുകൂടി തന്നെ അന്വേഷിക്കാനും തുടങ്ങി. ആ പ്രദേശത്തുള്ളവരോട് ആ ഒരു ഭാഗത്ത് സംശയാസ്പദമായ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അവിടെയുള്ളവർ അങ്ങനെ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോലീസ് ഈ പലചരക്ക് കടയുടെ ഉടമയോടും അന്വേഷിച്ചു. മരിച്ചയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? നിങ്ങൾ കട പൂട്ടുന്ന സമയത്ത് അവൻ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ആ കട ഉടമ പറഞ്ഞത് അവന്റെ പേര് അപ്പുക്കുട്ടൻ എന്നാണ്. വർഷങ്ങളായി ഞങ്ങളുടെ കടയിലാണ് ജോലി നോക്കുന്നത്. അവന് വീടോ കുടുംബമോ ഇല്ലാത്തതിനാൽ ഞങ്ങൾ കട അടച്ച ശേഷം അവൻ ഈ കടയുടെ മുൻപിലാണ് കിടന്ന് ഉറങ്ങുന്നത്. ഞാൻ അവനോട് പല തവണ പറഞ്ഞിട്ടുണ്ട് കടയുടെ മുൻപിൽ കിടന്ന് ഉറങ്ങരുതെന്ന്. എന്നാൽ അവൻ കേട്ടില്ല. അവൻ ആരോടും ഒരു പ്രശ്നവുമില്ല. വളരെ ശാന്തനായ ഒരു സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞു.
പക്ഷെ ആരാണ് അവനോട് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു. ആ ഭാഗത്ത് CCTV ഇല്ലാത്തതിനാൽ ഈ കേസിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പോലീസിനും കഴിഞ്ഞില്ല. എന്നാൽ ഇനി ഒരു സംഭവം ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ച പോലീസ് കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും രാത്രികാല പാട്രോളിംഗ് തുടങ്ങി. ഈ കൊല്ലം ജില്ല ജനസാന്ദ്രത വളരെ കൂടുതലുള്ള ഒരു പ്രദേശമായിരുന്നു. കാരണം ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, ചെറിയ ചെറിയ ദ്വീപുകൾ ഇവിടെ ഉള്ളതുകൊണ്ടും രാത്രികാലങ്ങളിൽ ആളുകൾ കറങ്ങി നടക്കും. ഇപ്പൊ രാത്രി റൗണ്ട്സ് ആരംഭിച്ച പോലീസും ആ രാത്രി സമയത്ത് കറങ്ങി നടക്കുന്ന ആളുകളെ വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകാൻ തുടങ്ങി. രാത്രി മുഴുവനും പോലീസിന്റെ പാട്രോളിംഗ് ഉള്ളതുകൊണ്ട് പതിയെ പതിയെ ജനങ്ങളുടെ ഭയം മാറി സമാധാനം വന്നു തുടങ്ങി. എന്നാൽ അതധിക നാൾ നീണ്ടു നിന്നില്ല. ജൂൺ 18 ആദ്യത്തെ കൊലപാതകം നടന്ന അതേ SPF പാലത്തിന് കീഴിൽ അതേ മാതൃകയിൽ 65 വയസ്സുള്ള ബന്ധൻ കുമാർ എന്നയാൾ മരിച്ചു കിടന്നു. ഇതെങ്ങനെ സംഭവിച്ചു? രാത്രി പോലീസ് ഇത്രയും തീവ്രമായ പാട്രോളിംഗ് നടത്തുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പോലീസ് ചിന്തിക്കുന്നതിന് മുൻപ് ഓഗസ്റ്റ് 3 ബസ് സ്റ്റാൻഡിൽ ഉറങ്ങിക്കിടന്നിരുന്ന 55-കാരനായ തങ്കപ്പനും കഴിഞ്ഞ 3 കൊലപാതകങ്ങളുടെ അതേ മാതൃകയിൽ കൊല്ലപ്പെടുന്നു. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് കരുതിയ പോലീസ് ഗൗരവമായ അന്വേഷണ വേട്ടയിൽ ഇറങ്ങാൻ തുടങ്ങി. ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് മരിച്ച 4 പേരും വീടില്ലാതെ തെരുവുകളിൽ കിടന്ന് ഉറങ്ങുന്നവരായിരുന്നു. അവരെയായിരുന്നു കുറ്റവാളി ലക്ഷ്യമിട്ടത്. അതുപോലെ എല്ലാവരെയും ഒരേ മാതൃകയിൽ കൊലപ്പെടുത്തി. രാത്രി റോഡിൽ കിടന്ന് ഉറങ്ങുന്നവരുടെ മേൽ പാറയിടുകയോ അല്ലെങ്കിൽ കഠിനമായ വസ്തുക്കൾ കൊണ്ട് തലയിൽ അടിച്ചു കൊല്ലുകയോ ചെയ്യും. അവൻ ഒരു സൈക്കോ സീരിയൽ കില്ലർ ആയിരിക്കാമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇപ്പൊ പോലീസും അവരുടെ ക്രിമിനൽ റെക്കോർഡ്സ് എടുത്ത് അതിൽ അന്വേഷിക്കാൻ തുടങ്ങി. മാത്രമല്ല അവർ മുൻപത്തേക്കാൾ കൂടുതൽ രാത്രി പാട്രോളിംഗ് വർദ്ധിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പാട്രോളിംഗിനിടയ്ക്ക് പോലീസ് സംശയാസ്പദമായ ഒരാളെ കണ്ടു. അവൻ ഏകദേശം 40-നും 45 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടാകും. അവൻ വളരെ മാന്യമായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോ അവനോട് ചെന്ന് ചോദിച്ചു, നീ ആരാണ്? നിന്റെ പേരെന്താണ്? ഈ സമയത്ത് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്നാൽ അവന്റെ വസ്ത്രധാരണ രീതിയും അവന്റെ പെരുമാറ്റത്തിനും യാതൊരു ബന്ധവുമില്ലായിരുന്നു. കാരണം പോലീസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവൻ കൈകൾ വീശി സ്വയം സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് അയാൾക്ക് മാനസിക രോഗമുണ്ടെന്ന്. അങ്ങനെ അവനെ തിരുവനന്തപുരത്തെ ഒരു സർക്കാർ മാനസിക അഭയ കേന്ദ്രത്തിലേക്ക് അയച്ചു. അതേസമയം മറുവശത്ത് പോലീസ് പലരോടും വീണ്ടും അന്വേഷണം നടത്തി. ഇങ്ങനെ ഭയവും പരിഭ്രാന്തിയും നിറഞ്ഞ 1 മാസം കടന്നുപോയി. പക്ഷേ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത വീണ്ടും കേൾക്കാൻ തുടങ്ങി. അടുത്ത മരണം മുനിസിപ്പൽ കെട്ടിടത്തിന് മുൻപിൽ രാത്രി ഉറങ്ങുകയായിരുന്ന സുദർശനൻ എന്ന 45 വയസ്സുകാരൻ തല വെട്ടി മാറ്റപ്പെട്ട അവസ്ഥയിൽ രക്തം വാർന്ന് മരിച്ചു കിടക്കുന്നു. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ഇതുപോലുള്ള ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. അതിനാൽ കൊലപാതകി വീണ്ടും തുടങ്ങി എന്ന് കരുതിയ പോലീസിന് അടക്കാനാകാത്ത ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോഴാണ് ആ ടീമിലെ സീനിയർ പോലീസ് ഓഫീസറായ പ്രസന്നകുമാർ എന്നയാൾക്ക് അന്ന് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ ആ ഒരു മനുഷ്യനെ കുറിച്ച് ഓർമ്മ വന്നത്. മുൻപ് പാട്രോളിംഗിനിടെ നമ്മൾ കണ്ട ആ മനുഷ്യൻ ഇപ്പോൾ എവിടെയാണ് എന്ന് അയാൾ ടീമിനോട് ചോദിച്ചു. ഞങ്ങൾ അവനെ തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് അയച്ചു. അവൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് ആ ടീം മറുപടി പറഞ്ഞു. ഇപ്പൊ പ്രസന്നകുമാറും ആശുപത്രിയിലേക്ക് വിളിച്ച് അവൻ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യപ്പെട്ടു. അയാളുടെ ഊഹം ശരിയാണെങ്കിൽ ആ മാനസിക രോഗി ആ ആശുപത്രിയിൽ ഉണ്ടാകില്ല. അതെ, അയാൾ കരുതിയത് 100% ശരിയാണ്. ആശുപത്രി വിളിച്ച പോലീസ് ആ വ്യക്തി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവന്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചു. ഇപ്പോ ആ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞത് അവൻ സുഖമായിരിക്കുന്നു. ഞങ്ങൾ അവനെ നിരീക്ഷിച്ചപ്പോൾ അവനിൽ അസാധാരണമായ ഒരു പെരുമാറ്റവും ഉണ്ടായില്ല. എന്തിനാണ് നിങ്ങൾ അവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. 2 ദിവസം മുൻപ് ഞങ്ങൾ അവനെ ഡിസ്ചാർജ് ചെയ്ത് അയച്ചുവെന്നും പറഞ്ഞു. ഇത് കേട്ട പോലീസ് ടീം ആകെ ഞെട്ടിപ്പോയി. പോലീസിന് ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. അയാൾ ആശുപത്രിയിലായിരിക്കുമ്പോൾ ആ ഒരു സമയപരിധിക്കുള്ളിൽ യാതൊരു കൊലപാതകവും നടന്നിട്ടേയില്ല. ആ തീയതിക്ക് ശേഷം അവന്റെ ഡിസ്ചാർജിനെ കുറിച്ച് ആശുപത്രി പരാമർശിച്ച സമയത്തിന് ശേഷമാണ്, അതായത് 2 ദിവസം മുൻപ് ഓഗസ്റ്റ് മാസം 18 ഒരു സംഭവം നടന്നതായി അവർ ശ്രദ്ധിച്ചു. അതിനാൽ ഈ 5 കൊലപാതകങ്ങളും അവൻ ചെയ്തിരിക്കാം എന്ന് കരുതിയ പോലീസ് നഗരം മുഴുവനും അവന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചു. ആ തിരച്ചിലിൽ കൃത്യം 2 മാസങ്ങൾക്ക് ശേഷം നവംബർ 2 അവർ അവനെ നെഹ്റു പാർക്കിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. പോലീസും അവരുടെ ക്രൈം റെക്കോർഡ്സിൽ അവനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അതിൽ അവന്റെ പേര് മൊട്ട നവാസ് എന്ന് മനസ്സിലായി. അവന് 46 വയസ്സുണ്ട്.
1996 ഒരു കൊലപാതക കേസിൽ പ്രതിയായി 4 വർഷം ജയിലിൽ കിടന്നു. കൂടാതെ 2007 മറ്റൊരു കൊലപാതകവും ചെയ്തു. അവർ മൊട്ട നവാസിനെ അറസ്റ്റ് ചെയ്തപ്പോഴും അവൻ ഒരു ഭ്രാന്തനെ പോലെയാണ് അഭിനയിച്ചത്. പക്ഷേ മാനസിക പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്ന് സൈക്യാട്രിസ്റ്റ് പറഞ്ഞതുകൊണ്ട് മൊട്ട നവാസിനെ പോലീസ് അവരുടേതായ വഴിയിൽ അന്വേഷിക്കാൻ തുടങ്ങി. പോലീസ് അന്വേഷണം തുടർന്നപ്പോൾ അവന്റെ യഥാർത്ഥ മുഖം പുറത്തു വരാൻ തുടങ്ങി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാം. ഈ വീഡിയോ താൽക്കാലികമായി നിർത്തുക, ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കുക, തുടർന്ന് ഈ വീഡിയോ കാണുക. പോലീസ് സ്റ്റേഷനിലായിരിക്കുമ്പോൾ തന്നെ അവൻ ഒരു ഭ്രാന്തനാണെന്ന് തെളിയിക്കാൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അവൻ സെല്ലിനുള്ളിൽ മലമൂത്ര വിസർജനം നടത്തുകയും അതെടുത്ത് പോലീസിന് നേരെ എറിഞ്ഞ് ചുമരിലും ഗ്രില്ലിലും മേശയിലും ആരും അകത്തേക്ക് വരാതിരിക്കാനായി അവൻ എല്ലാ സ്ഥലങ്ങളിലും ആ മോഷൻ തടവി വയ്ക്കുകയും ചെയ്തു. പക്ഷെ പോലീസ് അവനെ വെച്ച് തന്നെ എല്ലായിടവും വൃത്തിയാക്കി. ഒടുവിൽ ഈ ക്രൂരതകളെല്ലാം ചെയ്ത അവനെ പോലീസ് അവരുടെ നിയന്ത്രണത്തിലാക്കി. അവസാനം അവന്റെ മൊഴി കേട്ട് അവന്റെ ഉദ്ദേശം കേട്ടവരെല്ലാം ഞെട്ടിമരവിച്ചു. ഇതായിരുന്നു അവന്റെ ഏറ്റുപറച്ചിൽ. 1966 ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് നവാസ് ജനിച്ചത്. എല്ലാ സൈക്കോ കില്ലേഴ്സിനും സീരിയൽ കില്ലേഴ്സിനും പുറകിൽ ഏറ്റവും മോശമായ ഒരു ബാല്യകാലം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു നവാസിന്റെ കുട്ടിക്കാലവും. അവൻ കുട്ടിക്കാലം മുതലേ മാതാപിതാക്കൾ വഴക്കിടുന്നത് കണ്ടായിരുന്നു വളർന്നു വന്നത്. ഇക്കാരണത്താൽ കുട്ടിക്കാലത്ത് മാനസികമായ അസ്വസ്ഥതയിലായിരുന്നു അവൻ. അശ്രദ്ധമായി കറങ്ങി നടക്കാൻ തുടങ്ങി. കുട്ടിക്കാലത്ത് ഉറിയടി കളിക്കുമ്പോൾ ആ ഉറി തലയിൽ വന്ന് വീണു. അങ്ങനെ അവന്റെ തലയിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു. പക്ഷെ പിന്നീടത് ഭേദമായെങ്കിലും പരിക്കേറ്റതിനാൽ അവന് മുടി വളരാതാകുന്നു. അതിനാൽ അവന്റെ സുഹൃത്തുക്കളെല്ലാം അവനെ മൊട്ട നവാസ് എന്ന് കളിയാക്കി വിളിക്കാൻ തുടങ്ങി. ആരെങ്കിലും അവനോട് പേര് വന്ന് ചോദിച്ചാൽ പോലും അവൻ മൊട്ട നവാസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ പഠിത്തം അവസാനിപ്പിച്ചിട്ട് മോഷണം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവന്റെ കുടുംബം മുഴുവനും മുംബൈയിലേക്ക് പോയി. എങ്കിലും മാതാപിതാക്കൾക്കിടയിൽ വഴക്കുകൾ അവസാനിച്ചില്ല. ഒരു സമയത്ത് സഹിക്കാനാകാതെ അവന്റെ അച്ഛനും ആ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി. എങ്ങനെ ജീവിക്കണം എന്നറിയാതെ കഷ്ടപ്പെട്ട നവാസിന്റെ അമ്മ മറ്റൊരു കാര്യം ചെയ്യാൻ തുടങ്ങി. മുംബൈയിൽ മക്കൾ താമസിക്കുന്ന അതേ വീട്ടിൽ ഒരുപാട് പുരുഷന്മാർ വന്നു പോകാൻ തുടങ്ങി. അടുത്തുള്ള ഹോട്ടലിലും അവർ ഒരു നർത്തകിയായി ജോലി നോക്കി. ഇതിൽ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, നവാസ് അമ്മ ജോലി ചെയ്യുന്ന അതേ സ്ഥലത്ത് 15 വയസ്സുള്ള നവാസ് വെയിറ്ററായി ജോലി ചെയ്തു. അപ്പോൾ ചിന്തിക്കുക, ഏത് സാഹചര്യത്തിലാണ് അവൻ വളർന്നു വന്നത് എന്ന്. 2010 അവൻ കുടുംബത്തെ ഉപേക്ഷിച്ച് കേരളത്തിലെത്തി. ഒരുപാട് ജോലികൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരു ഘട്ടത്തിൽ മദ്യം വാങ്ങാൻ പോലും പണമില്ലാതെ നവാസ് ഒരുപാട് ബുദ്ധിമുട്ടി. ഈ സാഹചര്യത്തിലാണ് ഭയാനകമായ ചിന്ത അവന്റെ മനസ്സിൽ ഉദിച്ചത്. നവാസ് എന്നും രാത്രി 8 മണിക്ക് ഉറങ്ങും. പക്ഷേ അവൻ ഏകദേശം അർദ്ധരാത്രി 12 മണിക്ക് എഴുന്നേൽക്കും. തന്റെ ഇരയെ തേടി തെരുവുകളിൽ നടക്കാൻ തുടങ്ങി. തെരുവിൽ ഉറങ്ങുന്നവർ നിരപരാധികൾ അവന്റെ ഇരയായി മാറി. അവൻ അവരിൽ നിന്ന് പണം തട്ടിയെടുക്കും. തെരുവിൽ ഉറങ്ങുന്ന വൃദ്ധരിൽ നിന്നും ലക്ഷങ്ങളൊന്നും തട്ടിയെടുക്കാൻ സാധിക്കില്ലല്ലോ. വെറും 5ഓ 10ഓ ചില്ലറ എടുക്കാൻ വേണ്ടിയായിരുന്നു അവൻ ഈ ക്രൂരമായ കൊലപാതകങ്ങളെല്ലാം ചെയ്തത്. അവൻ മോഷ്ടിക്കുമ്പോൾ അവർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റില്ലെങ്കിൽ പണം മാത്രം എടുത്തുകൊണ്ട് അവൻ പോകും. പക്ഷേ അവർ ഉണർന്നാൽ അവന്റെ കയ്യിൽ എന്ത് കിട്ടുമോ അതെന്തായാലും അത് വെച്ച് അവരുടെ തലയിൽ അടിക്കും. ഇങ്ങനെയാണ് അവൻ 7 പേരെ കൊന്നത്. അവനിൽ നിന്നും 2 പേർ രക്ഷപ്പെട്ടോടി. കൂടാതെ കൊലപാതകം ചെയ്ത ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ നിസാരമായി വഴിയിലൂടെ നടക്കും. വഴിയിൽ പോലീസിനെ കണ്ടാൽ ഉടനെ അവനൊരു ഭ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങും. അങ്ങനെയാണ് അവൻ വളരെ കാലം പോലീസിൽ നിന്നും രക്ഷപ്പെട്ട് നടന്നത്. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയും. അതുപോലെ മൊട്ട നവാസിനെയും പോലീസ് പിടിച്ചു. 77 ദിവസത്തിനുള്ളിൽ 5 കൊലപാതകവും 2 കൊലപാതക ശ്രമവും ചുമത്തി അവന് കോടതി ജീവപര്യന്തം ശിക്ഷ കൊടുത്തു. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ശരിക്കും അവനൊരു ഭ്രാന്തനാണോ? ഭ്രാന്തനെ പോലെ അഭിനയിച്ച് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതാണോ? നമ്മുടെ കൂടുതൽ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, മോശം പാരന്റിങ്, മോശം ബാല്യകാലം വളരെ അപകടകരമാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.